ഖത്തർ എന്ന രാജ്യം ആളോഹരി വരുമാനത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് വളരെ ചെറിയൊരു രാജ്യമാണ്. ജനസംഖ്യയും വളരെ കുറവാണ് ആ രാജ്യത്ത്. എന്നാൽ ഈ രാജ്യം നിലകൊള്ളുന്നത് ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിന് വേണ്ടിയാണ്. അവര് ലോകം മുഴുവനും ജനാധിപത്യം ഈ പടർത്താനായിട്ടുള്ള ഒരു വക്താക്കളായിട്ട് പോകും. അൽ ജസീറ എന്നൊരു കള്ള ചാനലുമായിട്ട്. അൽ ജസീറ എന്നും അവര് അവിടുത്തെ ജേർണലിസ്റ്റ് മെയിനും തീവ്രവാദികളാണ്. അവരാണ് ആയുധങ്ങളുമായിട്ട് പോയിട്ട് തീവ്രവാദ മേഖലകളിൽ ആവശ്യം വരുമ്പോൾ ക്യാമറ എടുക്കും, അതല്ലെങ്കിൽ തോക്കോ വാളോ ഒക്കെ എടുക്കുന്നവരാണ് അൽ ജസീറ ജേർണലിസ്റ്റ്. അങ്ങനെ പല മേഖലകളിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ അവർ പെട്ടിട്ടുണ്ട്. അവരെ പെട്ട് അവർ ഉള്ളിക്കെടുക്കുന്ന സംഭവങ്ങളും ഈജിപ്റ്റോ പല രാജ്യങ്ങളിലും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഖത്തർ എന്ന രാജ്യം പറ്റി എന്തെങ്കിലും വിമർശിച്ചാല് കത്തിത്തുളുമ്പുന്ന കള്ളക്കൂതറ സുഡാപ്പികളുണ്ട്. തനി ചെറ്റകളാണ് ഇവര്. എന്താ കാരണം എന്ന് വെച്ചാല്, ഈ കാപ്പട്യം എന്ന് പറയുന്നത് ജനാധിപത്യം ലോകം മുഴുവനും വേണം, പക്ഷെ ഖത്രി പാടില്ല എന്നാണ് അൽ ജസീറ പറയുന്നത്. നമ്മുടെ കൊച്ചു കേരളവുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങളുടെ ഇടയില് പ്രത്യേകിച്ച് ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് കള്ളക്കടത്തും ഇതുപോലെയുള്ള കള്ളത്തരമാണ് സെക്കൻഡ് ബിസിനസ്. ദോ നമ്പർ ദന്ത എന്ന് പറയുന്ന പോലെ രണ്ടാം നമ്പർ ബിസിനസ്സുകൾക്കൊക്കെ ഇന്ത്യയിൽ ആക്കം കൂട്ടി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. കാരണം ഒരു പ്രത്യേക സമുദായത്തിന് സാമ്പത്തികമായിട്ടുള്ള മേന്മ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ടാക്കുന്നതിന് വളരെയധികം പ്ലാനിങ്ങോടുകൂടി സഹായം കൊടുക്കുന്നു. നമ്മുടെ സിനിമയെ അത് ബാധിക്കുന്നു. മുൻകാലങ്ങളിൽ ഖത്തർ മാഫിയ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇതിലും ഇടപെട്ടിട്ടുണ്ട്. പല സൂപ്പർ സ്റ്റാർ, നമ്മളൊക്കെ കാണുന്ന പല സൂപ്പർ സ്റ്റാറുകളെയും ഈ രാജ്യത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ കള്ളപ്പണം കുഴിച്ചിടുന്നതിന് വേണ്ടിയിട്ട്, നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രാജ്യമാണ്. തന്നെയല്ല, പല സിനിമാ ഡീലുകളും നടക്കുന്നത് ഖത്തറിലാണ്. പല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സൂപ്പർ സ്റ്റാറുകളും പണ്ടൊക്കെ ഫൈൻ അടച്ചതൊക്കെ ആയിട്ടും നമുക്കറിയാം. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ഇന്ത്യയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതിന്റെ പിന്നാലെയും കൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ തനി വർഗീയ ചിന്താഗതി, കാഫിറുകളെ വർഗീയമായിട്ട് കാണുന്ന ഒരു നാടാണ് ഖത്തർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകകപ്പ് നടന്ന വേളയില് പച്ചയായിട്ട് തുറന്നു കാണിച്ചതാണ്. അവർ കൈക്കൂലി കൊടുത്തിട്ടാണ് ഫിഫയ്ക്കും ഫിഫയുടെ അധികാരികൾക്കും കൈക്കൂലി കൊടുത്താണ് ഖത്തറിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് കൊണ്ടുവന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അത് കഴിഞ്ഞ് ഇന്ത്യയോടുള്ള വളരെ അവരുടെ ഒരു വിവേചനപരമായിട്ടുള്ള പല നിലപാടുകളും, അത് ഇപ്പൊ ഈ അടുത്ത് ഞാൻ കേട്ടത്, തമിഴ്നാട്ടിൽ നിന്നും ഒരു ലോഡ് മുട്ട എക്സ്പോർട്ട് ചെയ്തു. അതെന്തോ കാരണം പറഞ്ഞ് തിരിച്ചയച്ചു. ഗുജറാത്തിൽ നിന്നും ഗ്രാനൈറ്റും മാർബിളും പോയത് തിരിച്ചയക്കുക ഒരു ഗുജറാത്തി ബിസിനസ്സുകാരൻ്റെ. അങ്ങനെ വിവേചനപരമായിട്ടുള്ള ഒരു നിലപാടും വളരെ അധികം ധാർഷ്ട്യമുള്ള ഒരു രാഷ്ട്ര നേതൃത്വമാണ് ഖത്തർ എന്നുള്ളത്. എന്നാൽ അതിലുപരിയായിട്ട് തീവ്രവാദം വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. ഈ ഖത്തർ എന്ന രാജ്യം വളരെയധികം ഭീരുക്കളാണ് ഇവര്. ഭീരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ജയിച്ച മാതൃകയിൽ തന്നെ എല്ലാ ഭീകരവാദികളും വിട്ടുപോക്കോ, കാരണം അടി വരുന്നുണ്ടെന്ന് മനസ്സിലായ അവര് അപ്പൊ കളം മാറ്റി ചവിട്ടും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഖത്തറിന്റെ ഭരണാധികാരി. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 35 ലക്ഷം 40 ലക്ഷം മലയാളികൾ ഈ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒക്കെ അടിമച്ചന്ത പോലെ ഒരു ലേബർ ക്യാമ്പുകളിൽ 5-8 ആൾക്കാരെയൊക്കെ അടക്കി വെച്ചാണ് അവരുടെ ജീവിത രീതി. ഞാൻ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഒരു 5% 10% മാത്രമേ ഇന്ത്യക്കാര് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരു ഗതികെട്ട ഇതാണ്, അടിമത്തമാണ്. കാരണം അവര് ജനാധിപത്യത്തിലോ തുല്യതയിലോ വിശ്വസിക്കുന്നില്ല. അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാഫിറുകളെയും മറ്റു മതസ്ഥരെയും അവര് അംഗീകരിക്കില്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞാല്
ജനാധിപത്യ രാജ്യം, മതേതരത്വ രാജ്യമായ ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് മലയാളികളായ പല കള്ളക്കൂതറ സുഡാപ്പികളും കിടന്ന് വിറയ്ക്കണ് ഇവര്. ഖത്തറിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനു വിറയ്ക്കണം? അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ, നിങ്ങൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ പറ്റി വിമർശിച്ചാല് നിങ്ങൾക്ക് പൊളയണത് എന്തുകൊണ്ടാ? ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നേ, വാസ്തവമാണ്. നിങ്ങൾക്ക് അങ്ങനെ പൊളയണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയുമായിട്ട് നിങ്ങൾ ഖത്തറിൽ പോയിട്ട് അവിടുത്തെ ജീവിത രീതി, അതായത് നമ്മുടെ സ്വന്തം മലയാളി സഹോദരന്മാരുടെ ജീവിത രീതി ഒരു ക്യാമറയിലാക്കി നിങ്ങൾ കാണിക്കില്ല. അടിമത്വമാണ് അവിടെ നടക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ്. ഒരു ചെറിയ വിഭാഗം മാത്രമാണ് അവിടെ മലയാളികൾ നല്ല രീതിയിൽ ജീവിക്കുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം ലേബർ ക്യാമ്പുകളും ശോചനീയ അവസ്ഥയാണ്. മനുഷ്യന്റെ രക്തം പിഴിഞ്ഞെടുത്ത് ജോലി എടുപ്പിക്കുന്ന, ഈ മരുഭൂമിയിൽ ജോലി എടുപ്പിക്കുന്ന അവസ്ഥയാണ് ഖത്തറിൻ്റെത്. അതിനെപ്പറ്റി വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ വേദനിക്കുന്നേ? കാപ്പട്യത്തിന്റെ ആൾമുഖമാണ് ഖത്തർ. എന്നാൽ ഇനിയൊരു സാഹചര്യത്തിൽ, കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറി ഒരുവിധം നന്മയിലേക്ക് പോവുകയാണ്. എന്നാൽ ഖത്തർ മാത്രം തീവ്രവാദം വിറ്റാണ് അവർ ജീവിക്കുന്നത്. ലോകത്തിലേക്ക് മുഴുവനും തീവ്രവാദം കയറ്റിയിരിക്കുന്നു. ഇപ്പൊ ഭയം തട്ടിയിരിക്കുകയാണ്. ഇനി അധികം പ്രശ്നങ്ങളിലേക്ക്. ഒരു കാലഘട്ടത്തിൽ ഞാൻ കേട്ടത് അമേരിക്കയുടെ അൽ ഉദൈദ് എയർഫോഴ്സ് ബേസ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അവർക്ക് അവരുടെ തമീമിനുള്ള പ്രൊട്ടക്ഷൻ, അവരുടെ കസേരയ്ക്കുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ പട്ടാളം പോലും ഖത്തറിൽ കയറാവുന്ന സ്ഥിതിയാണുള്ളത്. കാരണം സൗദി അറേബ്യക്ക് പോലും ഒരു ത്രെറ്റായിട്ട്, ആ മേഖലയ്ക്ക് മൊത്തമായിട്ടൊരു ത്രെറ്റായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ MBS മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും അനുവാദത്തോടെ ഖത്തറിനെ കൈയേറി സൗദി കൈയടക്കി വെച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു രണ്ടാം തരം സ്വഭാവമാണ് ഖത്തറിന്റെ സ്വഭാവം. അപ്പോ നിങ്ങള് കേരളത്തിലുള്ള സുഡാപ്പികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഖത്തറിന് വേണ്ടി ബലം പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ കപടതയാണ്. അൽ ജസീറ ചാനൽ കാണുന്നത്, നുണയാണ് പറയുന്നേ, തീവ്രവാദമാണ് പ്രോത്സാഹിപ്പിക്കുന്നേ. അവർ ജനാധിപത്യത്തിനാണ് നിലനിൽക്കുന്നത്. ഖത്തറിൽ ജനാധിപത്യം കൊണ്ടുവരട്ടെ, ഖത്തറിൽ അടിമത്തം അവസാനിപ്പിക്കട്ടെ, ഖത്തറിൽ തുല്യത കൊണ്ടുവരട്ടെ, എന്നിട്ട് അവര് ജനാധിപത്യം ലോകത്തിന് മുഴുവനും വെക്കട്ടെ. അത് ഖത്തർ ഇത്ര നാൾ ഇറാന്റെ ഒക്കെ പിന്തുണയിൽ നിന്നിരുന്നു. ഇനി എന്താണ് ഖത്തറിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടി തന്നെ വരുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ.